സ്വാഭാവികമായിട്ടും എല്ലാ കൊട്ടാരക്കരക്കാർക്കും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തോട് വൈകാരികമായ ഒരു അടുപ്പുണ്ടാവും. കൊട്ടാരക്കരയിലുണ്ടൊരു കുട്ടിക്കുറുമ്പനാം കൊച്ചുകൊമ്പൻ, കോട്ടങ്ങൾ നീക്കും അവന്റെ ഈ പാട്ടൊന്നു പാടി സ്തുതിച്ചിടാം. അവിടെ ഒരു നാളികേരം ഉടയ്ക്കുന്നു, 2 മാലകൾ, 2 പുഷ്പമാലകൾ ഞാൻ അവിടുന്ന് വാങ്ങും. വിളിച്ചാൽ വിളിപ്പുറത്താണ് ഭഗവാൻ. ഉണ്ണിഗണപതിയാണ് കൊട്ടാരക്കര. ഉണ്ണിഗണപതി 2 കൊമ്പുകളും ആ ഗണപതിക്ക്. പ്രതിസ്ഥാനീയനായ ഭഗവാൻ ശിവനൊരു പൂജ ചെയ്യുന്നതിന് മുമ്പ് പോലും ആദ്യം ഗണപതിയെ പൂജിക്കണം. അവിടെ ചെന്നിട്ട് ഭഗവാനെ എന്നെ കാത്തുരക്ഷിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയും. എൻ്റെ കണ്ണുകൾ നിറയാതെ ഒരു ദിവസം പോലും അത് സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒന്നും ഇല്ല. ഭഗവാനെ കണ്ടതിൻ്റെ 100% ഭക്തിയിൽ എൻ്റെ കണ്ണുകൾ നിറയും. എല്ലാവർക്കും ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിന് പല പോംവഴികളുണ്ട് പല ആളുകൾക്കും. ചിലർ ക്ഷേത്രങ്ങളിൽ പോകും, ചിലർ മറ്റേതെങ്കിലും മാർഗങ്ങൾ അല്ലെങ്കിൽ ജ്യോതിഷനെ തേടി പോകും, ചിലർ മെഡിറ്റേഷൻ തുടങ്ങും. അങ്ങനെ പല രീതിയിൽ പോകുന്ന ആളുകളുണ്ട്. ലൈഫ് വീണ്ടും വീണ്ടും റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ മനുഷ്യൻ പ്രതിസന്ധിയിലാകുമ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യകതയുണ്ടോ? ഡിപ്പെൻസ്. ഒരാൾക്ക് സമാധാനം ലഭിക്കുന്നത് എവിടെ നിന്നാണോ അവിടേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലർക്ക് തീരെ സങ്കടം സഹിക്കാൻ വയ്യാതിരിക്കുക, സമ്മർദ്ദം സഹിക്കാൻ വയ്യാതിരിക്കുക, അത് അയാൾക്കൊരു പക്ഷേ അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടോ അല്ലെങ്കിൽ അയാളുടെ പാർട്ട്ണറിനോടോ, അത് ഭാര്യയോ കാമുകിയോ ഭർത്താവോ കാമുകോ ആരായാലും, അവരുടെ അടുത്തേക്ക് ചെന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ, ഒന്ന് ഹഗ് ചെയ്താൽ സമാധാനം കിട്ടുമെങ്കിൽ അതല്ല ഏറ്റവും നല്ല വഴി. ചിലർക്ക് ചില പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അമ്മയെ കാണുക, അമ്മയോടൊപ്പം വരുന്ന ആഹാരം കഴിക്കുക, അമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഒരു ഉമ്മ കൊടുക്കുക. അപ്പോൾ അമ്മ ചോദിക്കുമായിരിക്കും, എന്താ മോനെ എന്താ പറ്റിയെന്ന് ചോദിക്കുക. ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞാൽ സമാധാനം കിട്ടുന്ന ഒരുപാട് പേരെ നമുക്കറിഞ്ഞൂടെ. ചിലരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ സമ്മർദ്ദത്തിലൊക്കെ നിൽക്കുമ്പോൾ അവർ പറയും, എനിക്കൊന്ന് വീട്ടിൽ പോകണം, അമ്മയോടൊപ്പം ഒരു ദിവസം നിന്നാൽ എൻ്റെ സമ്മർദ്ദമൊക്കെ കുറയും എന്ന് പറയുന്നവരുണ്ട്. ചില ആളുകൾക്ക് സമ്മർദ്ദമുണ്ടാകുമ്പോഴും സന്തോഷമുണ്ടാകുമ്പോഴും സങ്കടമുണ്ടാകുമ്പോഴും ഒക്കെ അവർ വിശ്വസിക്കുന്ന ചില ക്ഷേത്ര സന്നിധികളിലേക്ക് ഓടിയെത്തുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം പകരുന്ന ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള പല ഗുരുക്കന്മാരും, അനേക ശിഷ്യസമ്പത്തുള്ള ഒരുപാട് ഗുരുക്കന്മാരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ക്ഷേത്ര ദർശനം നടത്താറില്ല, എൻ്റെ സമാധാനത്തിൻ്റെ പാത അല്ലെങ്കിൽ എൻ്റെ വിജയത്തിൻ്റെ പാത ഞാൻ തന്നെ എൻ്റെ രീതികളിലൂടെ, അത് മെഡിറ്റേഷൻ ആകാം, യോഗയാകാം, അല്ലെങ്കിൽ ചില ക്രിയാകർമ്മങ്ങളാകാം, അതിലൂടെ കണ്ടെത്തുകയാണ് ചെയ്യുക എന്നുള്ളത്. ഒരു തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന ബോധത്തിലേക്ക് എത്തിയാൽ അവർക്ക് ക്ഷേത്ര ദർശനത്തിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ രാഹുലിനെ പോലെയും എന്നെ പോലെയും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യജീവികൾക്ക് എപ്പോഴും ക്ഷേത്രമോ പള്ളിയോ അല്ലെങ്കിൽ നിസ്കാരമോ പൂജാതി കർമ്മങ്ങളോ ഒക്കെ എനർജി പകരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഉണ്ടോ? അത് ഓരോരുത്തരെയും ഡിപ്പെൻസ്. ആദ്യം പറഞ്ഞതുപോലെ. ഓക്കെ, എനിക്ക് തോന്നുന്നു രാഹുലിന് അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ പോകണം എന്നൊക്കെ തോന്നലുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നലൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് കാലം ഈ ദേവതകളെ പൂജിച്ച പുണൂർ ധരിച്ച ഒരു പൂജാരി ആയിരുന്നത് കൊണ്ടാകാം ഒരു പക്ഷേ രാഹുലിൻ്റെ പ്രശ്നങ്ങൾ സ്വയം കണ്ടെത്തി മാറ്റാനുള്ള വിൽപ്പവർ ഉള്ളത് കൊണ്ടായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിയിട്ടുള്ള ഒന്നാണ്. അത് ഈ പറയുന്ന പോലെ അവിടെ ചെന്ന് വലിയ വിലയുള്ള പൂജകൾ ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് പലപ്പോഴും എൻ്റെ മുന്നിലേക്ക് വരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ എന്നെ സഹായിക്കാറുണ്ട് എന്നുള്ളതാണ്. ഞാൻ വലിയ ഗണപതിയുടെ ഭക്തനാണ്. ഞാനത് അഭിമാനത്തോടെയും ഒക്കെ പറയുന്ന ഒന്നാണ്. എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഗണപതിയുടെ ചിത്രം കണ്ടാൽ അങ്ങനെയല്ല, പ്രശ്നമുണ്ടെന്നല്ല, എൻ്റെ മെൻ്റൽ സ്റ്റേജ് അറിയാൻ പറ്റും. ഞാൻ സംഹാര ഗണപതിയുടെ ചിത്രമാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നെങ്കിൽ എനിക്ക് ആരോടെങ്കിലും തീർത്താൽ തീരാത്ത പകയും കലിയും കൊണ്ട് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. അതൊരു പക്ഷെ അവിടെ കൊണ്ട് തീരും. അതൊരു ഞാനും ഭഗവാനുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. ഞാനതിനെ എങ്ങനെയാണ് കാണുന്നത്. ഒരാൾ എന്നെ ചതിച്ചാൽ അല്ലെങ്കിൽ ഒരാൾ എനിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ അവർക്ക് നേരെ പ്രതികാരം ചെയ്യാൻ പോകാൻ എൻ്റെ അടുത്ത് സമയമില്ല. ഞാൻ വിശ്വസിച്ച് ഒരാളെ ഒരു കാര്യം ഏൽപ്പിക്കുന്നു, അയാൾ എന്നെ ചതിക്കുന്നു. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാളോടൊപ്പം നിൽക്കുന്നത് 100% ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ
ഒരുപാട് അബദ്ധങ്ങൾ ഇപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുകയല്ലേ പലപ്പോഴും. ചില ആളുകളെ തിരിച്ചറിയുന്നതിൽ, ആ, ചില ആളുകളെ മനസ്സിലാക്കുന്നതിലൊക്കെ നമുക്ക് അബദ്ധം പറ്റാം. അപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നത് ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് ഞാനൊരു സംഹാര ഗണപതിയുടെ വാട്സപ്പ് സ്റ്റാറ്റസ്, അപ്പം എന്നെ അറിയുന്നവർക്കറിയാം ഇതെന്തിനാണ് എന്നുള്ളത്. ഉറപ്പായും എനിക്ക് കിട്ടിയ പണി എങ്ങനെയാണോ അതേ ലെവലിൽ തന്നെ അവർക്കും കിട്ടുമായിരിക്കാം, കിട്ടുമായിരിക്കില്ലായിരിക്കും. ഞാനത് ഭഗവാനിൽ ഏൽപ്പിക്കുകയാണ്. ഭഗവാനെ, ന്യായം എൻ്റെ ഭാഗത്താണെങ്കിൽ അത് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതല്ല എൻ്റെ ഭാഗത്താണ് ന്യായമില്ലായ്മയെങ്കിൽ, അന്യായമെങ്കിൽ അത് എനിക്കും മനസ്സിലാക്കി തരിക. ഇതാണ് എൻ്റെ പ്രാർത്ഥന. അതേസമയം സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ഉണ്ണി ഗണപതിയുടെ, ഈ 2 കൊമ്പുകളോട് കൂടിയ ഉണ്ണി ഗണപതിയുടെ ചിത്രമാണ് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ. ഞാൻ ഭയങ്കര സന്തോഷവാനാണെന്നാണ് എൻ്റെ അർത്ഥം. സന്തോഷത്തിലും സങ്കടത്തിലും പ്രതിസന്ധികളിലും ഒന്നും ഭഗവാനെ മറക്കാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് എപ്പോഴും ക്ഷേത്രത്തിൽ പോകാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഇവിടേക്ക് വന്നിരിക്കുന്ന പല വിധത്തിലുള്ള ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരും ഗുരുക്കന്മാരും ഒക്കെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും സമയമൊക്കെ നോക്കിയിട്ട് പറയും, ഭദ്രകാളിയാണല്ലോ രോഹിതിൻ്റെ ഭഗവതി, അതാണ് ഉപാസനാമുറി. ഞാൻ പറഞ്ഞു, ഭദ്രകാളി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദേശദേവത ഭദ്രകാളിയാണ്, ഭദ്രാ ഭഗവതിയാണ്. എൻ്റെ കുടുംബക്ഷേത്രത്തിൽ, അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഭദ്രാ ഭഗവതിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഭദ്രകാളി ഭഗവതിയുമായി ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങളിൽ, എപ്പോഴും ഓടിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രം, ഗണപതി ക്ഷേത്രങ്ങൾ കഴിഞ്ഞാൽ അത് മേലില ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭദ്രാ ഭഗവതിയുടെ മുന്നിലേക്കും, ചോറ്റാനിക്കരയിലെ ഭദ്രാ ഭഗവതിയുടെ മുന്നിലേക്കും, മലയാലപ്പുഴ ഭദ്രാ ഭഗവതിയുടെ ക്ഷേത്രസന്നിധിയിലേക്കും, സാക്ഷാൽ മൂകാംബിക അമ്മയുടെ ക്ഷേത്രസന്നിധിയിലേക്കും ഒക്കെയാണ് നമുക്ക് ഓടിയെത്താൻ ആഗ്രഹമുള്ള ക്ഷേത്രങ്ങൾ. പക്ഷെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന, എപ്പോഴും പോയാൽ, വിളിച്ചാൽ വെളിപ്പുറത്ത് എനിക്ക് അനുഭവവേദ്യമാകുന്ന ഭഗവാൻ ഗണപതിയാണ്. ഒരു കൊട്ടാരക്കരക്കാരനായതുകൊണ്ടാകാം, കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കരയുടെ അഭിമാനമായ പല പല സ്തംഭങ്ങളുമുണ്ട് അല്ലേ. കൊട്ടാരക്കരയുടെ അഭിമാനം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളക്കരയെ ലോകത്തിൻ്റെ എല്ലാ നെറുകയിലേക്കും എത്തിക്കുന്ന കഥകളി എന്ന് പറയുന്ന രൂപം കൊണ്ടത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയുടെ അഭിമാനമാണ് സാക്ഷാൽ പെരുന്തച്ചൻ പ്ലാവിൻ മുട്ടിയിൽ കുത്തിയെടുത്ത മനോഹരമായ ഉണ്ണി ഗണപതി വിഗ്രഹം കുടികൊള്ളുന്ന മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം കൊട്ടാരക്കരയിലാണ്. അങ്ങനെ ഒരുപാട് അഭിമാന സ്തംഭങ്ങൾ കൊട്ടാരക്കരയ്ക്കുണ്ട്. കലാകാരന്മാരാകട്ടെ, രാഷ്ട്രീയക്കാരാകട്ടെ, അങ്ങനെ പല 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 വിഷയങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കൊട്ടാരക്കരക്കാർക്കും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തോട് വൈകാരികമായ ഒരു അടുപ്പുണ്ടാകും. കൊട്ടാരക്കര ക്ഷേത്രത്തിൽ പോവുക, ഉണ്ണി ഗണപതിയെ കണ്ടു തൊഴുക, അപ്പുറത്ത് പടിഞ്ഞാറ്റിൻകര ഭഗവാനെ കണ്ടു തൊഴുക, തിരിച്ചു പോരുമ്പോൾ വിശ്വപ്രസിദ്ധമായ കൊട്ടാരക്കര ഉണ്ണിയപ്പം വാങ്ങി ഇപ്പോഴത്തെ കാലത്ത് ഇതെടുത്ത് സ്റ്റാറ്റസ് ഇടുക അല്ലേ. അപ്പം സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് താമസിക്കുന്നത് കൊണ്ട് കൊട്ടാരക്കരയിലേക്ക് ഓടിയെത്താനുള്ള സാഹചര്യങ്ങൾ കുറവായതുകൊണ്ട് ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നതാണ് ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രം. ഇടപ്പള്ളി മഹാഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ഓഫീസിലേക്ക് വരുന്ന വഴിയിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഞാൻ വരുന്ന സമയത്ത് എന്നോടൊപ്പം വരുന്ന എൻ്റെ അനിയന്മാരാരെങ്കിലും വാഹനം ഓടിക്കാനുണ്ടെങ്കിൽ അവർ ചോദിക്കും, ചേട്ടാ ക്ഷേത്രത്തിൽ കയറുന്നുണ്ടോ? ഓരൻ്റെ ഇട കയറുന്നുണ്ട്. നമ്മൾ ഓടിച്ചെല്ലുന്നു, അവിടെ ഒരു നാളികേരം ഉടയ്ക്കുന്നു, 2 പുഷ്പമാലകൾ ഞാൻ അവിടെ നിന്ന് വാങ്ങും. ഒന്ന് എൻ്റെ ഇടപ്പള്ളി ഗണപതിക്ക് സമർപ്പിച്ച്, ഒന്ന് ഇടപ്പള്ളി ഗണപതിയെയും കൊട്ടാരക്കര ഗണപതിയെയും മനസ്സിൽ ധ്യാനിച്ച്. അബാക് മീഡിയയിൽ വരുന്ന എൻ്റെ ക്യാബിനിൽ വന്നിട്ടുള്ളവർക്കെല്ലാം അറിയാം, അവിടെ ഒരു ഗണപതി വിഗ്രഹമുണ്ട്. ആ വിഗ്രഹത്തിൽ നമ്മൾ ചാർത്തിയിട്ടാണ് ദിവസങ്ങൾ ആരംഭിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പറയില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ, ഇല്ലെങ്കിൽ മനസ്സിൽ ഭഗവാനുണ്ട്. എന്തായാലും ഓഫീസ് വരുമ്പോൾ ഓഫീസിലെ ഗണപതിക്ക് മുന്നിൽ നിങ്ങൾ ആരാണോ ആദ്യം എത്തുന്നത് അവർ ഈ പറയപ്പെടുന്ന നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ടാകും. ഭഗവാനെ തൊഴുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. നമ്മൾ ഈ അബാക് മീഡിയ എന്ന് പറയുന്ന ഈ സ്ഥാപനം 0-ൽ 0-ൽ അല്ലെങ്കിൽ ഒരു മൈനസിൽ നിന്ന് ആരംഭിച്ച സ്ഥാപനമാണ്. ഇന്ന് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രേക്ഷകരുടെ ഒരു വലിയ സപ്പോർട്ടുണ്ട്. ഇതൊക്കെ ഒരു ദൈവാധീനം കൊണ്ടും ഗുരുത്വം കൊണ്ടും കിട്ടിയതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗുരുത്വം ഏറ്റവും വലുതാണ് കേട്ടോ. നമുക്ക് മുന്നേ നടന്നു പോയവർ, നമ്മളെ ഒരു വിദ്യ പഠിപ്പിച്ചവർ, അവർ നമുക്ക് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മനസ്സിൽ അവരെ ഗുരുക്കന്മാരായിട്ട് കാണുന്നത് കൊണ്ടും അവരോട് മാനസികമായ ഒരു എതിർപ്പില്ലാത്തത് കൊണ്ടും ആ ഗുരുത്വം എന്ന് പറയുന്ന പദത്തെ വളരെ വലിയ രീതിയിൽ നമ്മൾ ബഹുമാനിക്കുന്നത് കൊണ്ടുമൊക്കെ അതിൻ്റേതായ ഐശ്വര്യവും ഓരോ ദിവസവും നല്ല സമാധാനത്തോടുകൂടി ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുന്നുണ്ട്. രാഹുൽ, കൊട്ടാരക്കര ഗണപതിയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എന്താ പറയുക, വിളിച്ചാൽ
വെളിപ്പുറത്താണ് ഭഗവാൻ അല്ലേ? അതെ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മളെ നേർവഴിക്ക് നയിക്കാൻ അവിടെ സാധിക്കുന്നത് കൊട്ടാരക്കര ഗണപതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മൾ സാധാരണഗതിയിൽ ഉണ്ണിഗണപതിയാണ് കൊട്ടാരക്കര, ഉണ്ണിഗണപതിയാണ്. 2 കൊമ്പുകളും ആ ഗണപതിക്കുണ്ട്. നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ വ്യാസഭഗവാൻ മഹാഭാരതം എഴുതാൻ ഗണപതിയുടെ സഹായം തേടിയെന്നും ഭഗവാൻ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ എഴുതിക്കൊണ്ടിരുന്ന നാരായം തീർന്നുപോയെന്നും ഭഗവാന്റെ കഥ പറയുന്ന ആ ഫ്ലോയെ കുറയ്ക്കാൻ നാരായം മാറ്റാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഉണ്ണിഗണപതി തൻ്റെ ഒരു കൊമ്പൊടിച്ച് നാരായത്തിന് പകരം അത് എഴുതി തീർത്തു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് കുറച്ചുകൂടി കൗമാരാവസ്ഥയിലേക്ക് വരുന്ന ഗണപതി ഭഗവാനാണ്. പക്ഷെ കൊട്ടാരക്കരയിൽ കുടികൊള്ളുന്നത് ഉണ്ണി ഗണപതിയാണ്. ഗണപതിയെക്കുറിച്ച് നമുക്ക് കഥകൾ കേട്ടിട്ടുണ്ട്. ഉണ്ണി ഗണപതി എന്ന് പറയുന്നത് പ്രഥമസ്ഥാനീയനാണ്. പ്രതിസ്ഥാനീയനായ ഭഗവാൻ ശിവനൊരു പൂജ ചെയ്യുന്നതിന് മുമ്പ് പോലും ആദ്യം ഗണപതിയെ പൂജിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ സന്തോഷത്തോടു കൂടി കൊട്ടാരക്കരയിലെത്തി ഒരു ഉണ്ണിയപ്പ വഴിപാട് നേർന്നാലോ, അല്ലെങ്കിൽ ഒരു തുളസിക്കതിരെങ്കിലും ഭഗവാന് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു കറുകമാലയെങ്കിലും ഭഗവാന് മുന്നിൽ സമർപ്പിച്ചാലോ, അല്ലെങ്കിൽ അവിടെ ചെന്ന് നൊന്ത് പ്രാർത്ഥിച്ചാലോ നമുക്ക് വേണ്ട വഴികാട്ടി തരുന്ന വിഘ്നങ്ങളെല്ലാം അകറ്റി തീർക്കുന്ന ക്ഷിപ്രപ്രസാദിയായ ഉണ്ണിഗണപതിയാണ് കൊട്ടാരക്കരയിലുള്ളത്. ഇപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് കൊട്ടാരക്കര ഗണപതി ഒരു എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്ന് തൊട്ടാണ് ഇത് തുടങ്ങിയത്? അയ്യോ, അങ്ങനെ ഭഗവാൻ ഗണപതി എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് പറയാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. അങ്ങനെയുള്ള അഹങ്കാരമൊന്നുമില്ല. എനിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ പുതിയ ആശയങ്ങൾ തോന്നുമ്പോൾ ഒക്കെ ഓടിച്ചെന്ന് എൻ്റെ വഴിയിലെ വിഘ്നങ്ങൾ മാറ്റി തരണേ ഭഗവാനെ എന്ന് മാത്രം ഞാൻ അവിടെ പ്രാർത്ഥിക്കുന്നത്. ഭഗവാനെ കാത്തു രക്ഷിക്കണമേ എന്നാണ്. പലപ്പോഴും കൊട്ടാരക്കര ക്ഷേത്രത്തിലെ അവസ്ഥ നമുക്കറിയാം, നല്ല തിരക്കായിരിക്കും എപ്പോഴും. അപ്പോൾ ഞാൻ ഉള്ളിൽ പോയിട്ടൊന്നുമല്ല പ്രാർത്ഥിക്കുക. ഞാൻ ആ നാലമ്പലത്തിന് പുറത്ത് ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ ഒരു കിളിവാതിലുണ്ടല്ലോ, ഭഗവാൻ നേരെ നോക്കുന്നു. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ മണികണ്ഠേശ്വര ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവഭഗവാനാണ്. PSC പോലും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു കോവിലാണ് ഉണ്ണിഗണപതി ഇരിക്കുന്നത്. ആ ഉണ്ണിഗണപതിക്ക് നേരെ അവിടെ ഇങ്ങനെ ഉണ്ണിയപ്പം എപ്പോഴും വാർത്തുകൊണ്ടേയിരിക്കും. അതിനും ഇപ്പുറത്ത് നിന്ന് തൊഴാനുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കീശാന്തി പ്രസാദമൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ ചെന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന പൊരുൾ എന്തായാലും, അതെൻ്റെ വാഹനത്തിൻ്റെ ചാവിയോ ഫോൺ എന്തായാലും ആ നിലത്ത് വെച്ചിട്ട് ഞാൻ ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കണ്ണുകൾ അറിയാതെ നനയും. മറ്റൊരു ചോദ്യം, അപ്പോൾ ഞാൻ ബാക്ക് മീഡിയയിൽ വരുന്ന ഒരുപാട് ഗസ്റ്റുകളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അവിടെ ചെന്നിട്ട് എന്തെങ്കിലും അത്ഭുതകരമായിട്ടുള്ള എന്തെങ്കിലും അവസ്ഥകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? രാഹുൽ, ഇങ്ങനെ അത്ഭുതം സംഭവിക്കുമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നും അല്ല നമ്മളവിടെ പോണേ. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യ സഹജമായ ഈ അത്ഭുതം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ഇൻസിഡന്റ് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ്. മനുഷ്യ സഹജമായ വൈകാരികമായ നിമിഷങ്ങളിൽ ആ സന്നിധിയിലേക്ക് ഓടിയെത്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സങ്കടം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ, പുതിയ ആശയങ്ങൾ തോന്നുമ്പോൾ ഒക്കെ അവിടെ ചെന്നിട്ട് ഭഗവാനെ എന്നെ കാത്തു രക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയും. എൻ്റെ കണ്ണുകൾ നിറയാതെ ഒരു ദിവസം പോലും അത് സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. ഭഗവാനെ കണ്ടതിൻ്റെ 100% ഭക്തിയിൽ എൻ്റെ കണ്ണുകൾ നിറയും. ഭഗവാനെ അവിടെ വലിയ തിരക്കൊന്നുമില്ലാതെ ഒരു 5 മിനിറ്റ് എനിക്ക് ഭഗവാനെ നോക്കി തൊഴാൻ സാധിച്ചാൽ എൻ്റെ കണ്ണുകൾ നനയുന്നത് അത് എനിക്ക് സംഭവിക്കുന്ന ഒന്നാണ്. അവിടെ മറ്റെല്ലാം ഞാൻ മറക്കുകയാണ്. ഇപ്പോൾ എന്തായാലും നമ്മുടെ കൊട്ടാരക്കരയാണ്, എൻ്റെ സ്വദേശമാണ്, ഒരുപാട് സുഹൃത്തുക്കൾ. ഞാൻ അവിടെ നിന്ന് ഭഗവാനെ തൊഴുന്നേരം എൻ്റെ മനസ്സിലേക്ക് മറ്റൊന്നുമില്ല. അവിടെ ഇനി ആര് വന്നു നിന്നാലും എൻ്റെ മാത്രം അവസ്ഥയല്ല കേട്ടോ, ഭഗവാനെ എത്രത്തോളം പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെ അവസ്ഥയാണ്. അത്ഭുതങ്ങളല്ല രാഹുലെ, പല വഴികൾ ഭഗവാൻ തെളിച്ചു തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞ്, ഞാൻ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ജേർണലിസോട് പഠിച്ച് എൻ്റെ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയുടെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ എനിക്ക് ആ മേഖലയിലേക്കൊക്കെ മടങ്ങിപ്പോകാതെ നാട്ടിൽ, കാരണം അച്ഛന് ഗവൺമെൻറ് കോൺട്രാക്റ്റായിരുന്നു, അച്ഛന് സുഖമില്ലാതാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ആ ബിസിനസ് നോക്കണം. അപ്പോൾ എനിക്ക് പക്ഷേ സ്ഥിരമായ ഒരു വരുമാനമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ബിസിനസ് പരമായ കടങ്ങളുണ്ട്, ലോണുകൾ അടയ്ക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് സെക്ടറിലാണ് ജോലി ചെയ്യുന്നത്. 5 വർഷക്കാലം ഞാൻ ഇൻഷുറൻസിൽ HDFCയിൽ ആരംഭിച്ച് ഫ്യൂച്ചർ ജനറാലി, അവീവ ലൈഫ് ഇൻഷുറൻസ് വരെയുള്ള സ്ഥാപനങ്ങളിൽ ഞാൻ സെയിൽസ് മാനേജറായിട്ടും അസിസ്റ്റൻറ്റ് സെയിൽസ് മാനേജറുമായിട്ടൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ രാവിലെ ഒപ്പിട്ടിട്ട് കസ്റ്റമറെ കാണുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് നമ്മുടെ മറ്റേ കോൺട്രാക്ട് പണിയും കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ്. അതൊരു എന്നെ സംബന്ധിച്ച് പറയാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ തലയിലേക്ക് വന്ന ഉത്തരവാദിത്തങ്ങളിൽ
ഞാൻ ഇപ്പോഴും നമ്മുടെ ഓഫീസിലൊക്കെ 21-22 വയസ്സുള്ള പിള്ളേരെ നമ്മുടെ ക്യാമറാമാനൊക്കെ ആയിട്ട് ട്രെയിനിയായിട്ടൊക്കെ എടുത്തിട്ട് ഇവർ പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ളവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, എനിക്ക് 21 വയസ്സല്ലേ ഉള്ളൂ, ഞാൻ ഇപ്പോഴും ഇങ്ങനെ ജോലി ചെയ്യണമോ? ഞാൻ കേട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 21ാമത്തെ വയസ്സിൽ ഞാൻ സ്വന്തമായിട്ട് കാറ് വാങ്ങി എന്നുള്ളതാണ്. സ്വന്തം ഞാൻ പ്രൗഡായിട്ട് പറയും, എത്ര രൂപയുടെ കാർ എന്നുള്ളത് നിങ്ങൾ മാറ്റി വെക്കുക. എൻ്റെ 21ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ബൈക്ക് ഉപയോഗിച്ച് ഞാൻ 4 വീലർ യാത്ര ചെയ്യാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. അതിൽ പെട്രോൾ അടിക്കാൻ പൈസ അതിൻ്റെ ഞാൻ അഭിമാനത്തോടെ പറയുന്ന ഒന്നാണ്. എനിക്ക് തോന്നി 23ാമത്തെ വയസ്സിലാണ് ഞാൻ വസ്തു വാങ്ങുന്നത്, വീട് വെക്കാൻ. കാരണം എൻ്റെ നീഡായിരുന്നു അത്. 25-26 വയസ്സായപ്പോഴേക്ക് 25 വയസ്സായപ്പോഴേക്ക് വീടിൻ്റെ ഹൗസ് വാമിങ് കഴിയും. അപ്പോൾ ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കടന്നുപോയ മാർഗങ്ങൾ, ഞാൻ കടന്നുപോയ വഴികൾ, ഞാൻ ചെയ്ത ജോലികൾ, എന്നെ തെറ്റിദ്ധരിച്ചവർ, എന്നെ മനസ്സിലാക്കിയവർ, ചേർത്ത് പിടിച്ചവർ, അകറ്റി നിർത്തിയവർ ഒരുപാടുണ്ട്. ഇവിടെയൊക്കെ എൻ്റെ മനസ്സിൽ ഒറ്റ പോയിന്റിലേ ഉള്ളൂ. ഞാൻ രാവിലെ വണ്ടി എടുക്കും, എൻ്റെ മേലില ക്ഷേത്രത്തിൽ പോയി തൊഴും, അവിടെ നേരെ കൊട്ടാരക്കരയിൽ പോയി തൊഴും. ഭഗവാൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഒരുപാട് ഘട്ടങ്ങളിൽ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരെ അവരുടെ ജീവിതത്തിൽ സക്സസ് ആവാൻ ഭഗവാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഈ ടാർഗറ്റുകളൊക്കെ വരും. ഞാൻ HDFC ലൈഫിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 1 വർഷത്തോളം ഒരു സ്കൂളിൽ അവിടുത്തെ ഈ ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ കോർഡിനേറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് ഞാൻ ഇൻഷുറൻസ് സെക്ടറിൽ, എനിക്ക് എന്താണ് ഇൻഷുറൻസ് എന്ന് അറിയില്ല, എന്താണ് സെയിൽസ് എന്നറിയില്ല. പക്ഷേ എന്നെ അവിടെ അട്രാക്ട് ചെയ്യുന്ന ഘടകം, ഞാൻ ഡിഗ്രി കഴിഞ്ഞ 1 വർഷം കഴിയുമ്പോൾ എനിക്ക് മാന്യമായൊരു ശമ്പളം ആ കമ്പനി ഓഫർ ചെയ്തു. എനിക്കത് വേണം, എനിക്ക് ആ ശമ്പളം വേണം. പിന്നെ നിൽക്കുന്നിടത്ത് അത്രയും, നിൽക്കുന്ന കാലത്ത് അത്രത്തോളം എവിടെ ആയാലും പെർഫോം ചെയ്ത് നിൽക്കുക, ഒന്നാമതായി നിൽക്കുക. അത് നമ്മൾ മനസ്സിലുള്ള വാശി, ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കില്ല. ആ വാശി ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനിവിടെ ചെയ്യുന്ന പണി തോട്ടിപ്പണിയാണോ, ആ തോട്ടിപ്പണിയുടെ 1ാം നമ്പറുകാരൻ ഞാനായിരിക്കണം. ആ വാശിയുള്ളവനൊക്കെ ജീവിതത്തിൽ ജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ ഒന്നുമില്ലാതെ ആവുന്ന അവസ്ഥയിൽ, ഇത് പറ്റാത്ത അവസ്ഥയിൽ അവർക്കുണ്ടാകുന്ന ഡിപ്രഷൻ സ്റ്റേജും വേറെ വലുതായിരിക്കും. അപ്പോൾ ഞാൻ HDFC ലൈഫിൽ വർക്ക് ചെയ്യണു, 1 വർഷക്കാലത്തോളം വർക്ക് ചെയ്തു. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഇപ്പോൾ എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ട് കസ്റ്റമറെ ഡീൽ ചെയ്യുന്നു, കസ്റ്റമറെ കാണുന്നു, കസ്റ്റമർക്ക് പ്രോഡക്റ്റ് പിച്ച് ചെയ്യുന്നു, പ്രോഡക്റ്റ് വിൽക്കുന്നു. ഞാനിതിന് ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ കുറച്ച് മാസമായിട്ട് എങ്ങനെ വിൽക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ഞാൻ അങ്ങനെ ഇതിൻ്റെ ചില ലൂപ്പ് ഹോളുകളിലൂടെയൊക്കെ എല്ലാ മാസവും ഞാൻ നല്ല പെർഫോമറായിട്ട് നിന്ന് പോകണം. അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ സെയിൽ ചെയ്ത കുറച്ച് പോളിസികൾ ലുക്ക് ഇൻ ക്യാൻസലേഷൻ വരുന്നു. അത് എൻ്റെ കമ്പനിയുടെ ടീം ഹെഡ് ഒക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ വിറ്റ ഒരു രീതിയാണ്. അതായത് അവിടെ ഈ ഏജൻറ്റുമാർ ഇത്ര രൂപയുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ അവർക്ക് മാനേജർ പോസ്റ്റിലേക്ക് പോസ്റ്റിംഗ് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതിനെ ഞാനൊന്ന് എൻ്റെ മേലധികാരികളുടെ സഹായത്തോടു കൂടി ഇതിനെ ഞാനൊന്ന് മറിച്ച് തിരിച്ച് വേറൊരു പാക്കേജൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്തു. കാരണം എനിക്ക് ടാർഗറ്റ് അടിക്കണം, പെർഫോമർ ആവണം. പക്ഷേ ഈ കമ്പനിയിൽ കയറി കഴിഞ്ഞിട്ട് ഇതിലൊരാൾ ഇത് ലുക്ക് ഇൻ ക്യാൻസലേഷൻ, അങ്ങനെ അവരുടെ കുറേ ടെക്നിക്കൽ പരിപാടികളാണ്. അപ്പോൾ എനിക്കത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. ഒരിടത്ത് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ലേ, യെസ്, ഗുഡ് ബൈ, സ്നേഹത്തോടെ ഗുഡ് ബൈ, ഓക്കെ, നോ ഇഷ്യൂ. അവരുമായിട്ട് പിന്നെ നമുക്ക് നല്ല ബന്ധമാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ മറ്റൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര രൂക്ഷമായി. ഞാൻ പ്രോപ്പർട്ടി വാങ്ങി, ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് കെട്ടി. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന, അപ്പോൾ അച്ഛൻ കമ്മിറ്റ് ചെയ്തിരുന്ന കുറേ വർക്കുകളുണ്ടായിരുന്നു ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഇതൊക്കെ ഞാൻ തീർത്തു. അച്ഛൻ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറേ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ഈ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ഒതുക്കിയെന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി എൻ്റെ തലയിലായി. അവസാനം എനിക്ക് വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. എനിക്ക് ഇത്ര രൂപയുടെ കടമുണ്ട്, ഞാൻ ഇന്ന പ്രതിസന്ധിയിലാണ്, എനിക്ക് കിട്ടുന്ന സാലറി പോരാ എനിക്ക് പലിശ കൊടുക്കാൻ എന്നൊക്കെ പറയാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പോൾ ഞാൻ രാവിലെ ബൈക്ക് എടുത്തിട്ട് അതിരാവിലെ കൊല്ലത്തേക്ക് പോവും, ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വണ്ടി കൊണ്ടുവന്ന് പേൻ പാർക്കിൽ വെച്ചിട്ട് KSRTC ബസ്സിൽ കയറി കൊല്ലത്തിറങ്ങും. രാവിലെ ഓഫീസിൽ പോയി സൈൻ ചെയ്തിട്ട്. അപ്പോൾ എന്നെ വല്ലാതെ വരിഞ്ഞു മുറുക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ പ്രശ്നങ്ങൾ. കാരണം ഫോൺ ഓൺ ചെയ്ത് വെച്ചാൽ ഒരു പക്ഷേ ഈ ബാങ്കിൽ നിന്ന് കടം കൊടുക്കാനുള്ള ഒരു മെറ്റീരിയൽസ് എടുത്തവരൊക്കെ എന്നെ വിളിക്കുകയാണ്. വല്ലാത്ത സമ്മർദ്ദം, അതിഭീകരമായ സമ്മർദ്ദം. അങ്ങനെ 2 മാസമായി 3 മാസമായി തട്ടിമുട്ടിയൊക്കെ ചില പോളിസികളൊക്കെ ചെയ്ത് പോവാണ്. അപ്പോൾ എൻ്റെ അതിനേക്കാൾ വലിയ പ്രശ്നം, എനിക്ക് പെർഫോമറായിട്ടല്ലാണ്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അതെൻ്റെ രീതിയാണ്. എനിക്കതാവാൻ പറ്റുന്നില്ല. ജോലി രാജിവെക്കാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് കിട്ടുന്ന 30,000-30,000 രൂപ കൂടി നിന്നാൽ ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല. ഈ അവസ്ഥയാണ്. ആകെ സ്തംഭനാവസ്ഥയാണ്. വീട് പണി നിന്നുപോയി, ആകെ പ്രശ്നം. എന്ത് ചെയ്യണം എന്നറിയില്ല. ഇപ്പോൾ അച്ഛനും അമ്മയും സഹോദരിയുടെ കൂടി, സഹോദരി SBIയിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്. സഹോദരിക്ക് കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് ദൂരേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അച്ഛനും അമ്മയും അവരുടെ കൂടെയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ.
ഞാൻ രാത്രി 8 മണി 9 മണിക്കൊക്കെയാണ് കൊല്ലം ടൗണിൽ നിന്ന് ബസ്സൊക്കെ കയറി കൊട്ടാരക്കര ഇറങ്ങി അവിടെ നിന്ന് തട്ട് ദോശയൊക്കെ കഴിച്ച് ബൈക്ക് എടുത്ത് വീട്ടിൽ വരും. അന്ന് വീട് പണി നടക്കുന്നുണ്ട്. ഞങ്ങളൊരു വലിയൊരു റബ്ബറും തോട്ടത്തിന് നടക്കുന്ന ഒരു പഴയ വീട്ടിലാണ്. അവിടെ എത്തിപ്പെടുക തന്നെ വലിയ പാടാണ്. പാമ്പിനെ പേടിക്കണം, പട്ടിയെ പേടിക്കണം, കുറുക്കനെ പേടിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്താണ്. ആ ഒരു വർഷക്കാലം, ആ 8 മാസക്കാലം ഒരു വല്ലാത്ത ജീവിതമാണ്. അപ്പോൾ ഈ സമയത്ത് പിന്നെ ബ്രാഞ്ച് മാനേജറൊക്കെ അത്യാവശ്യം സപ്പോർട്ടീവാണ്, കൂടെ ഉള്ളവരൊക്കെ സപ്പോർട്ടീവ്. പക്ഷെ അവർക്കൊക്കെ അവരുടേതായ കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ടെറിട്ടറി മാനേജർ റിവ്യൂ മീറ്റിങ്ങിന് വരികയാണ്. അപ്പോൾ ഓരോരുത്തർ 1, 2, 3 കഴിഞ്ഞ് എന്നെ റിവ്യൂ മീറ്റിങ്ങിന് വിളിച്ചിരുത്തി എന്നെ ആക്ഷേപിക്കണം. എന്നെ ആക്ഷേപിക്കുകയാണ്. അതായത് നാണമില്ലേ നിനക്ക് ഈ പണി. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ആകെ കേട്ടത് ഒരു ജോലി സംബന്ധമായി ഞാൻ മോശക്കാരനാണെന്ന് കേൾക്കുന്ന ഒരു സാധനം അവിടെയാണ്. എനിക്കാണെങ്കിൽ തൊലിയില്ല. ഞാൻ അങ്ങനെ അവസാനം തീരുമാനിക്കും, ഞാൻ ഈ കമ്പനിയിലെ ജോലി രാജിവെക്കും. ഞാൻ ഈ കമ്പനിയിലെ ജോലി രാജിവെക്കുകയാണ്. പക്ഷെ എനിക്കങ്ങനെ രാജിവെച്ച് ഞാൻ പ്രൂവ് ചെയ്തിട്ട് ഇറങ്ങിപ്പോണം. നാളെ ഞാൻ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ നാളെ അവിടുത്തെ മീറ്റിങ്ങിൽ ഇയാൾ പറയരുത് പണിയെടുക്കാതെ 3-4 ദിവസം ശമ്പളം മേടിച്ചിട്ട് അവൻ രാജിവെച്ചിട്ട് പോയി, ഞാനൊരു പ്രശ്നക്കാരനാണ് എന്നുള്ള ഉദാഹരണമായിട്ടാണ് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുകയാണ് ഞാൻ. ആരോട് പറയണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ അന്ന് രാത്രി മുഴുവൻ കൊല്ലത്തൊക്കെ കറങ്ങിറങ്ങിയിട്ട് രാത്രിയിൽ വീട്ടിലെത്തി. അപ്പം പിറ്റേ ദിവസം ആ മാസം എൻഡിങ് ആണ്. ഇപ്പം ഇയാൾ എനിക്ക് ടാർഗറ്റ് തന്നിട്ടുണ്ട്, നാളെ നീ 25,000 രൂപയുടെ പോളിസി ചെയ്തില്ലെങ്കിൽ നിന്റെ പണി ഞാൻ തെറിപ്പിക്കും. ഇതാണ് ഇയാൾ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഉറക്കുകയാണ്, നാളെ ഞാൻ 1 ലക്ഷം രൂപയുടെ പോളിസി ചെയ്തിട്ട് രാജിവെക്കും. അപ്പോൾ എൻ്റെ ലക്ഷ്യം 1 ലക്ഷം രൂപയുടെ പോളിസി ചെയ്തിട്ട് ഹീറോ ആയിട്ട് അവിടെ ഇറക്കി പോകണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ 1 ലക്ഷം രൂപ ഒരുമിച്ച് ഇൻഷുറൻസ് പോളിസി അടയ്ക്കാനുള്ള ഒരാളെ കിട്ടുക വലിയ പാടാണ്. അപ്പോൾ ഞാൻ കുറച്ച് പേരെയൊക്കെ 10,000 വെച്ചിട്ട് 10 പേര് 5,000 വെച്ചിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ ബൈക്കിൽ കൊട്ടാരക്കര വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് ഇതാണ് എൻ്റെ അവസ്ഥ, എന്നെ സഹായിക്കണം. ഒരു പക്ഷേ ഭഗവാൻ പോലും മനസ്സിൽ വിചാരിച്ചു കാണും, നീ പല കാര്യങ്ങൾ പറഞ്ഞ് പണിയെടുക്കാതൊക്കെ നടന്നിട്ട് അവസാനം എൻ്റെ അടുത്ത് വന്നിട്ട് നിൻ്റെ പണിയും കൂടെ ഞാൻ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു പക്ഷേ ഭഗവാൻ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ അവിടെ നിന്ന് ഞാൻ കണ്ണ് നിറയാണ്. ഞാൻ ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ പോയി നിന്നിട്ട്, ഭഗവാനെ എനിക്ക് ജയിക്കണം. കളിയാക്കാരുടെ മുന്നിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കണം. അതൊന്നുമല്ല, ഭഗവാനെ എനിക്ക് ജയിക്കണം, എനിക്ക് ജയിക്കണം. എൻ്റെ ഈ യാത്രയിലെ മുഴുവൻ ശക്തിയും നീയാണ്, എനിക്ക് ജയിക്കണം. ഞാൻ കുറേ നേരം അവിടെ പ്രാർത്ഥിച്ചു. ഞാൻ കൊല്ലത്തേക്ക് ഞാൻ ഈ പ്ലാൻ ചെയ്ത് വെച്ച ആളുകളൊക്കെ വിളിച്ചിട്ട് ഇതൊന്നും നടക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് ഷജീർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞ്, അപ്പം ഇവരൊക്കെ ടാർഗറ്റ് ഏകദേശമൊക്കെ ഒപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഞാൻ പറഞ്ഞിടാ എനിക്കൊന്ന് കൊട്ടാരക്കര വരെ പോകണം. അപ്പോൾ എൻ്റെ ലക്ഷ്യം കൊട്ടാരക്കരയിലെത്തിയാൽ ആരെങ്കിലുമൊക്കെ വളച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. വേറെ കൊല്ലത്ത് വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ദൈവം പറഞ്ഞു കാർ ഓടിക്കുക, ഒന്ന് വീട്ടിൽ കാർ കിടപ്പുണ്ടോ, കാർ എടുത്തിട്ടോ ബൈക്ക് കൊണ്ടുവന്നോട് വെച്ചിട്ട് ഇവൻ്റെ ബൈക്കിൽ ഞങ്ങൾ അവൻ്റെ വീട്ടിലെത്തിയിട്ട് അവൻ്റെ കാറും എടുത്ത് കൊട്ടാരക്കര. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങോട്ട്, ഞാൻ വണ്ടി ഓടിക്കുകയാണ്, എടുത്ത് പോകുന്നു. ഇവനോട് നീ എങ്ങോട്ടേ പോന്നേ, എനിക്കറിയത്തില്ല, ഞാൻ നേരെ വണ്ടി വീട്ടിലെത്തി. അപ്പോൾ അന്ന് അമ്മയും അച്ഛനും വന്നിട്ടുണ്ട്, പെങ്ങടുന്ന് വന്ന് വീട്ടിലുണ്ട്. വീട്ടിലെത്തി അമ്മ ചോറൊക്കെ വിളമ്പി തന്നു, ചോറൊക്കെ കഴിച്ചു. ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഇറങ്ങുക. അമ്മ നീ ഇവിടെ പോകണം, ഇനി കൊല്ലത്ത് ഞാൻ കൊല്ലത്ത് പോയിട്ട് വരാം, കാർ ഓടിക്കില്ല. എൻ്റെ മനസ്സിലെ ഈ പ്രശ്നങ്ങളൊന്നും അമ്മയോടോ അച്ഛനോടോ ഒന്നും ഷെയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവ എന്നോട് നീ എന്താ ഉദ്ദേശിക്കുന്നത്, നീ എന്താ ചെയ്യുന്നത്, കാര്യമില്ലടാ ഈ മാസം കഴിയുന്ന ആളത്തോണ്ട് അടുത്ത മാസം അവസാനം നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല, അങ്ങനെ നല്ല ശരി എനിക്ക് ചെയ്യണം, എന്നാൽ നീ അങ്ങ് ചെയ്യ്. ഈ ഒരു രാത്രി കൊണ്ട് നീ ഈ 3 മാസം കൊണ്ട് നടക്കാത്തതാണ് നീ ഈ ഒരു ഇനി കൂടി വന്ന് 5-6 മണിക്കൂറുണ്ട് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇത് ചെയ്യണം, എങ്ങനെ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറേ കസ്റ്റമറെ കണ്ട് ഒരുപാട് റിജക്ഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ വണ്ടി നേരെ ഗണപതി അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ, കൊട്ടാരക്കര ടൗൺ അറിയാലോ, ചെറിയ ടൗണാണ്, അവിടെ പാർക്കിങ്ങിനുള്ള സ്പേസ് ഒന്നുമില്ല. പാർക്കിങ്ങിന് ഇച്ചിരി സ്ഥലമുള്ളത് കൊട്ടാരക്കര ക്ഷേത്രത്തിൻ്റെ പാർക്കിങ്ങിലാണ്. ഞാൻ അവിടെ പോയിട്ട് പാർക്കിങ്ങിന് വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ ആലോചിക്കാം. അപ്പോൾ ഇവരാരെയൊക്കെയോ ഫോൺ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ മനസ്സ് മുഴുവൻ ആ ഒരു അവസ്ഥ എനിക്ക് എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. ഈ ചില ഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ വരിഞ്ഞു മുറുകിയിരിക്കുക എന്ന് പറയുന്നൊരവസ്ഥ. അവൻ്റെ ഫോണിൽ ഈ കോണ്ടാക്ട്സ് മുഴുവൻ ഇങ്ങനെ നോക്കുന്നു, വാട്സപ്പ് നോക്കുന്നു, ഒരു രക്ഷയില്ല. ഞാൻ ഗൂഗിളിൽ പോയിട്ട് ഭഗവാന്റെ ഒരു ചിത്രം, ഒരു നോർമൽ പിക്ചർ, ഗണപതിയുടെ ഒരു നോർമൽ പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് വെറുതെ രക്ഷിക്കണേ ഭഗവാനെ
എന്ന് പറഞ്ഞിരിക്കുന്ന വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട്. അപ്പോൾ സ്വാഭാവികം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഇടുന്നത് നല്ല സന്തോഷത്തോടെ ഉണ്ണിയപ്പൊക്കെ ആയിട്ടിരിക്കുന്ന ഗണപതിയുടെ പടമാണ്. ദേഷ്യമാണെങ്കിൽ ഇടുന്നത് സംഹാര ഗണപതിയുടെ പടമാണ്. ഇതൊരു നോർമൽ പിക്ചർ, നമ്മൾ സാധാരണ പടത്തിലൊക്കെ കാണുന്ന ഒരു നോർമൽ പിക്ചർ. ഞാൻ ഇതിട്ടു, ഇട്ടിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ കോണ്ടാക്ട്സ് ഒക്കെ നോക്കി, കോൾ ഹിസ്റ്ററി ഒക്കെ നോക്കി, ആരെ വിളിക്കും. ഞാൻ വിളിക്കാനൊരാളില്ല, പറയാനൊരാളില്ല. ഇന്ന് ഞാൻ രാജിവെക്കും, ബട്ട് ഞാൻ പരാജയപ്പെട്ട് രാജിവെക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ്, ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വരും. ഞാനത് ഓപ്പൺ ചെയ്തു. ഈ സ്റ്റാറ്റസ് കണ്ടിട്ട് റിപ്ലൈ ഇല്ലേ. അപ്പം ഞാൻ കുറേ നാൾ കൊണ്ടൊരു പോളിസിക്ക് വേണ്ടി പിന്നാലെ നടക്കുന്ന ഒരു ഗൾഫുകാരൻ, കുറേ നാളുകൊണ്ട് നടക്കാഞ്ഞിട്ട് ഞാനത്. അപ്പോൾ HDFC കാലഘട്ടം തൊട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഗൾഫിൽ എന്തോ ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെയാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും നാട്ടിൽ വരുമ്പോൾ എടുക്കാം രോഹിത്തെ. ആദ്യം കണ്ടപ്പോൾ നാട്ടിൽ വെച്ചിട്ട് കണ്ടു, പിന്നെ പുള്ളി പോയി ഫാമിലിയായിട്ട്. അപ്പോൾ പുള്ളിയൊക്കെ വിചാരിച്ചാൽ ഒരു 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ പ്രീമിയം ഒക്കെ അടയ്ക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് ഈ പുള്ളി ഇങ്ങോട്ട് ഹായ്. അപ്പോൾ ഞാൻ ഹായ് സാർ, എവിടെയുണ്ട് രോഹിത്തെ? ഞാൻ പറഞ്ഞു ഞാൻ കൊട്ടാരക്കരയിലുണ്ട് സാറേ. ഓക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട് എഴുകോണാണ്, അതായത് ഈ കൊട്ടാരക്കരയ്ക്കും കൊല്ലത്തിനും ഇടയിലാണ്. ഞാൻ ഒരു തവണയാണ് വീട്ടിൽ പോയി കണ്ടത്. പിന്നെ ഈ നോർമലി വാട്സപ്പിൽ മെസ്സേജ് അയച്ചും വിളിച്ചും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പരിപാടിയൊക്കെ ഉപേക്ഷിച്ചേക്കാണ്. അപ്പം ഞാൻ ഇദ്ദേഹം നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ അവസ്ഥയൊക്കെ വേറെയാണ്. എനിക്ക് ഇദ്ദേഹത്തിനോട് ഇത് സാറിനെ ഒന്ന് കാണട്ടെ എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു സാഹചര്യമൊന്നും ഇല്ല. അപ്പം ഈ എൻ്റെ കൂട്ടുകാരൻ ഫോൺ ചെയ്തിട്ട് വണ്ടിയിലേക്ക് വന്നിരുന്നിട്ട്, എന്തിനും ആയാ? ഞാൻ ഒന്നും ആയില്ല. നീ എന്തോ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. ഞാൻ പണ്ട് HDFC ഉണ്ടായിരുന്ന സമയത്ത് പോളിസി ചോദിച്ച ഒരാളാണ്. പുള്ളി നമ്മൾ സ്റ്റാറ്റസ് കണ്ടിട്ട് മെസ്സേജ് അയച്ചു, ചുമ്മാ ചോദിരട്ടെ ഒരു പോളിസി തരുമോ ക്യാഷ്വലായിട്ട്. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട്, സാറേ നമ്മൾ പണ്ട് പറഞ്ഞ കാര്യം എന്തായി? പോളിസിയൊക്കെ എടുക്കണ്ടേ? ക്യാഷ്വലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് പുള്ളി അത് കാണുന്നില്ല, ബ്ലൂടിക്ക് ആവുന്നില്ല. എൻ്റെ കാത്തിരിപ്പാണ്, ഇത് ബ്ലൂടിക്ക് ആവുന്നത്. അതൊരു വല്ലാത്ത കാത്തിരിപ്പ്. ഏതൊരു സിനിമയിൽ കാമുകിയോട് പറയുന്നുണ്ടല്ലോ, നമുക്ക് മെസ്സേജ് അയച്ചത് ഡെലിവർ ആവുന്നു നോക്കി, ഡെലിവർ ആയിട്ട് അത് ബ്ലൂടിക്ക് ആവുന്നു നോക്കി ഇരിക്കുന്ന ഒരു പ്രഷറിനെ പറ്റി. വലിയ പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ എന്നാലും എവിടെ ഒരു പെട്ടെന്ന് ഇത് ബ്ലൂടിക്കായി. അപ്പോൾ പുള്ളി നോക്കാടാ, സാർ ഇപ്പോൾ ഫ്രീ ആണോ, ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ? പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ പുള്ളി തിരിച്ചു വിളിച്ചു. ഞാൻ ഫോൺ എടുത്തു, ചേട്ടാ സാറേ രോഹിത് വേറെ ദിവസം വന്നാൽ മതി ഫ്രീ ആയിട്ട്, കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, 10 ദിവസം ഉണ്ട്. ഞാൻ നല്ല സാറേ, ഞാനിപ്പോൾ കൊല്ലത്തേക്ക് വരുന്നുണ്ട്, എഴുവൺ വഴിയാണ് വരുന്നത്, ഞാൻ വീട്ടിൽ കയറാം. ഓക്കെ എന്ന് പറഞ്ഞു. വണ്ടി എടുത്തു. അപ്പോൾ ഇവൻ നടക്കും, നീ കൂടുതലൊന്നും പറയാൻ നിൽക്കേണ്ട, ഒരു 25,000 രൂപയുടെ പോളിസി പറഞ്ഞാൽ മതി, കൂടുതലൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒന്നും നടക്കാതാവും, ഒന്നും ചെയ്യാത്തതിലും ഭേദമാണല്ലോ 25,000 ഒന്നും ചെയ്യുന്നത്. വണ്ടി എടുത്ത് ഞാൻ ഇങ്ങനെ ഗണേശത്തിന് മുന്നിൽ ഞാൻ ഭഗവാന്റെ പടം സ്റ്റാറ്റസ് ഇട്ടു. രാവിലെ ഞാൻ ഭഗവാനോട് നൊന്ത് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ആ പടം കണ്ടിട്ടാണ് പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഞാൻ നേരെ അവരുടെ വീട്ടിൽ ചെന്നു. പുള്ളി വന്നിരുന്നു, ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, പ്ലാനൊക്കെ പറഞ്ഞു. പുള്ളി മറ്റേ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈന്തപ്പഴമൊക്കെ കൊണ്ടുതരുന്നു. അപ്പം മറ്റവരെഴുതുകൊണ്ട് തന്നെ എമൗണ്ട് പറ. പുള്ളി ഇങ്ങനെ ധൃതിയാണ്. അപ്പോൾ പുള്ളിനോട്, ഇത് എത്ര രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത്? സാർ എത്ര രൂപ വേണമെങ്കിലും അടയ്ക്കാം, എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യും, ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്, ഇൻഷുറൻസ് കൂടി കിട്ടും, സാറിന് ടാക്സ് ബെനിഫിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, കാര്യമൊക്കെ. നീ എന്തായാലും കുറേ കാലം കൊണ്ട് എന്നോട് പറയുന്നതല്ലേ, എന്തായാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. 6 പേരിൽ ഞാൻ സാറിൻ്റെ പേര് തന്നെ ചെയ്താൽ മതി, സാറിന് ഏജ് ഓവർ ആയിട്ടില്ലല്ലോ. ഓക്കെ സാർ, ആ ലൈസൻസും ആധാർ കാർഡും പാൻ കാർഡും ഒന്ന് തരും. അപ്പോൾ പുള്ളി എന്തിനാ? ഞാൻ നല്ല നമുക്ക് ഇതൊക്കെ വേണമല്ലോ, ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണമല്ലോ. അപ്പോൾ ഇതിൽ ടെക്നിക്ക് ആദ്യം ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആയി, അവർ ഓക്കെ ആണോ ഇല്ലയോ നമുക്കറിയാം. അപ്പോൾ പുള്ളി ഉടനെ ഓളത്തോട് വിളിച്ച് വൈഫിനോട് പറഞ്ഞ് ആ സാധനം എടുത്ത് ഫയലിങ് എടുത്തോട്ട് വരാൻ പറഞ്ഞു. അതൊക്കെ എടുത്തു, നമ്മളതിൻ്റെ ഫോട്ടോ ഒക്കെ വൃത്തിയായിട്ട് എടുത്തു. ആപ്ലിക്കേഷൻ ഫോം എടുത്ത് ഫ്രണ്ട് വെച്ചു. സാറേ ഇവിടെയൊക്കെയാണ് സാറേ സൈൻ ചെയ്യേണ്ടത്, മാർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളി അല്ലാതെ നീ എമൗണ്ട് പറഞ്ഞില്ലല്ലോ. അപ്പം മറ്റവരോട് പറയടാ 25,000 പറ. അപ്പം ഞാൻ സാറേ പറയാം, സാർ അത് സൈൻ ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് എത്ര അടയ്ക്കാൻ പറ്റുമെന്നുള്ളത് സാറ് തന്നെ പറഞ്ഞാൽ മതി. അവൻ പുള്ളി എന്നെ ഒന്ന് നോക്കി
പുള്ളി ഇങ്ങനെ കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നാലും നീ പറ ഏറ്റവും ചെറുതെത്ര, ഏറ്റവും ചെറുതെത്ര. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ പുള്ളിക്കൊരു ആവശ്യം ഉണ്ടായിട്ട് അത് എടുക്കുവാണെന്ന് എനിക്ക് തോന്നില്ല. ഏറ്റവും ചെറുതെത്ര എന്നെ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് തന്നിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റിന്റെ പുറത്തോ അത് ചെയ്യുകയാണ്, ആരോ ആളുകളെ കൊണ്ട് ചെയ്യിക്കുകയാണ് എന്നൊരു തോന്നലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ സാറിന്റെ ചെറുത് എത്രയാ, സാറിന്റെ ചെറുത് എത്രയാ, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു 1,00,000 രൂപ എഴുതിക്കോ, വർഷമല്ലേ അടയ്ക്കണ്ടേ. അപ്പം ഞാൻ പറഞ്ഞു സാറേ വർഷം 1,00,000 രൂപ. അപ്പോഴത്തേക്ക് എൻ്റെ കയ്യൊക്കെ ഇരുന്ന് വിറയ്ക്കുകയാണ്. ഞാൻ എന്താണോ ഇന്ന് രാത്രി മുഴുവൻ ആലോചിച്ചത്, ഞാൻ എന്താണോ രാവിലെ ഭഗവാനോട് പ്രാർത്ഥിച്ചത്, ഞാൻ എന്താണോ കുറേ നാളുകളായി സ്വപ്നം കാണുന്നത്, ഇപ്പോഴത്തേക്ക് ഇവൻ എപ്പുറത്തിരുന്ന് അവൻ ചിരിക്കണോ കരയണോ, കാരണം അവൻ്റെ സമ്മർദ്ദം കണ്ടോ. ഇവൻ പെട്ടെന്ന് വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തിട്ട് മെസ്സേജ് അങ്ങ് അയച്ചു, രോഹിത് ക്ലോസ്ഡ് 1 lakh പ്രീമിയം. അപ്പോഴത്തേക്ക് നേരത്തെ എന്നെ തെറി വിളിച്ച ടെറിട്ടറി മാനേജർ തൊട്ട് ഇങ്ങോട്ട് എല്ലാവരും കൺഗ്രാറ്റ്സ് അത് ഇതൊക്കെ അടിക്കണം. ഇപ്പോൾ 1,00,000 രൂപയൊന്നും ഇൻഷുറൻസ് വലിയ എമൗണ്ട് അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ബ്രാഞ്ച് ഇച്ചിരി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ബ്രാഞ്ചാണ്. ഞങ്ങൾക്ക് അതൊക്കെ വലിയ എമൗണ്ടാണ്, പുതിയ ബ്രാഞ്ചാണ്. അപ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനെ BM എന്നെ വിളിക്കുന്നു, ബ്രാഞ്ച് മാനേജർ എന്നെ വിളിക്കുന്നു, ഞാൻ കട്ട് ചെയ്യുന്നു, എടുത്തിരിക്കല്ലേ. പെട്ടെന്നൊരു വിളി, ചേട്ടാ. ഞാൻ ശിവനെ നോക്കണം, കൂട്ടുകാരനെ നോക്കണം, എന്നെ നോക്കിയിട്ട് അവൾ പാടി പാളി. ഈ ചേട്ടാ വിളി വരുമ്പോൾ പേടിയാണ് നമുക്ക്, കാരണം ഈ ഭാര്യമാര് വെട്ടും. അതെ, എന്താടി, അതെ നിങ്ങൾ മറ്റേ ബാങ്കിൽ പോയപ്പോൾ SBIയിലെ മാനേജർ നിങ്ങളെ കൊണ്ട് പോളിസിയൊക്കെ ചേർത്തില്ലേ, ഇതെല്ലാം 1 മാസമല്ലേ അടവ് വരുന്നത്, അതായത് ആ വർഷത്തിൽ ആ മാസം തന്നെയാണ്, ഇതെല്ലാം കൂടെ നമ്മളെ കൊണ്ട് പറ്റുമോ. പുള്ളി ശരിയാ, നീ ചെക്കിഞ്ഞെടുത്തേ. ചെക്ക് എടുത്തോണ്ട് വന്നിട്ട് പുള്ളി പറഞ്ഞു നമുക്ക് 50,000 മതിയടാ. പക്ഷെ ലവൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു 1,00,000 രൂപ. ഞാൻ പറഞ്ഞു സാറേ 50,000 ടാക്സ് ഒക്കെ വരും, ഒരു 53,000 സംതിങ് അങ്ങനെ എന്തോ എമൗണ്ട് വരും. ഞാൻ പറഞ്ഞു അത് പെട്ടെന്ന് ഓഫീസിൽ വിളിച്ച ടാക്സ് എമൗണ്ടൊക്കെ നോക്കിയിട്ട് ഈ എമൗണ്ട് എഴുതിയപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ നമുക്ക് 6 മാസം കൂടുമ്പോൾ ഈ 53,000 രൂപ അടയ്ക്കുന്ന രീതിയിലാക്കിയാലോ. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇയർലി 1 year വരും. 11 അയച്ച സാധനം എനിക്ക് ഓക്കെയാണ്. കളക്റ്റഡ് പ്രീമിയം 50 ഉള്ളെങ്കിലും അത് ഇയർലി പ്രീമിയം ആയിട്ട് കണക്കാക്കുമ്പോൾ 1,00,000 രൂപയായിട്ട് കൂട്ടാം. 50,000 രൂപേൻ്റെ ടാർഗറ്റ് കൂട്ടത്തിലൊക്കെ ഞാൻ 1,00,000 രൂപ ക്ലോസ് ചെയ്തു എന്നുള്ള രീതിയിലേക്ക്. അങ്ങനെ 2 ചെക്ക് 6 മാസത്തെ ഗ്യാപ്പ് ഇട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങി. ആദ്യം അടയ്ക്കുന്ന ടാക്സ് എമൗണ്ട് കൂടുതൽ, ടാക്സ് എമൗണ്ട് കുറവായിരിക്കും. ഇത് രണ്ടും വാങ്ങി ഇതൊക്കെ ഒപ്പിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഉച്ചയ്ക്ക് ചോറിനിട്ട് ഇറങ്ങിയതാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് സന്ധ്യയോടുകൂടി ഓഫീസിലെത്തുക. നമുക്ക് രാവിലെ ഇതൊരു സിമ്പിളായിട്ട് നടക്കേണ്ട ഒരു കഥയാണ്. ഒരു പക്ഷേ ഇതെനിക്ക് കിട്ടേണ്ടുന്ന ബിസിനസ് ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ ഭഗവാന്റെ പടം സ്റ്റാറ്റസ് ഇട്ടത് കൊണ്ടാണ് അദ്ദേഹം എന്നെ ഓർത്തത്. ഒരുപക്ഷെ എൻ്റെ ഒരു ഫോട്ടോ ആണ് ഇട്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ വിട്ടേനെ അല്ലേ. രാഹുലിന്റെ ഒരു ഫോട്ടോ ഇടുന്നത്, രാഹുലിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്നതും രാഹുലിന്റെ അച്ഛനും അമ്മയും കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പടം സ്റ്റാറ്റസ് ഇടുന്നതും വ്യത്യാസമുണ്ടല്ലേ ഇല്ലേ. മറ്റേത് ഒരുപാട് ലൈക്സ് ഉണ്ടാവും, ഒരുപാട് പേര് അതിന് റിപ്ലൈ വരും, ശരിയല്ലേ. രാഹുലിന്റെ മാത്രം പടം കാണുന്നതിനോട് ആർക്കെങ്കിലും താല്പര്യമൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് ഭഗവാനെ കണ്ടപ്പോൾ ഹായ് നയിക്കാൻ തോന്നി, അല്ലെങ്കിൽ ഭഗവാൻ തോന്നിപ്പിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അത്ഭുതമാണ്. കേൾക്കുന്നവർക്ക് ഇതൊരു അത്ഭുതമാണോ. ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നീട് അങ്ങോട്ട് ഈ ജോലി ഞാൻ രാജിവെച്ചു. പിറ്റേ മാസം തന്നെ ഞാൻ നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് ഇറങ്ങി. പിന്നീട് സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങി. ഇപ്പോഴൊക്കെ ബിസിനസ്സിൻ്റെയൊക്കെ ഘട്ടത്തിൽ ഞാൻ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങിയ സമയത്ത് ഒരു 40-50 പണിക്കാർ 100 പണിക്കാരൊക്കെ ലേബേഴ്സ് എൻ്റെ കൂടെ ജോലിയൊക്കെ ഉണ്ടാവും. പക്ഷേ ശനിയാഴ്ചയൊക്കെ ഒരു ശമ്പളം കൊടുക്കണ്ടേ. ചില ശനിയാഴ്ചയൊന്നും പൈസ ഒന്നും ഉണ്ടാവില്ല, പ്രതീക്ഷിക്കുന്ന പൈസ ഒന്നും കിട്ടില്ല. ഞാൻ ഈ ഉച്ചക്കൊക്കെ കാറെടുത്ത് ഗണപതി അമ്പലത്തിൻ്റെ പാർക്കിങ്ങിൽ പോയിട്ട് കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം AC ഇട്ടൊക്കെ അടുത്ത് കിടന്ന് ഉറങ്ങി കഴിയുമ്പോഴൊക്കെ എനിക്കൊരു വഴി കാണിച്ചു തരും. വഴി കാണും, എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണും. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഓരോ വിശ്വാസങ്ങളാണ് അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം, എന്നെ മാത്രമല്ല കേട്ടോ, എനിക്കറിയാവുന്ന ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം കൊട്ടാരക്കര ഗണപതി ഒരു വലിയ വഴികാട്ടിയാണ്. കൊട്ടാരക്കര ഗണപതി എന്നല്ല, ഗണപതി ഭഗവാൻ ഒരു വലിയ വഴികാട്ടിയാണ്. അതെൻ്റെ വിശ്വാസമായിരിക്കാം. കേൾക്കുന്നവർക്കൊരു പക്ഷേ ഇതെന്താണ് പറയുന്നത്, പലതും പറഞ്ഞോട്ടെ. എന്നെ സംബന്ധിച്ചുള്ള ഒന്നൊരു വിഷയം, എന്നെ ഈ ഓഫീസിൽ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം ഞാനും നമ്മുടെ ഓഫീസും ഗണപതി ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധം എന്താണ് എന്നുള്ളത്. ഞാനതിൽ വളരെ അഭിമാനത്തോടു കൂടി ഇത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്.